പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്ര സർക്കാർ FCRA നിയന്ത്രണ ബില്ല് കേന്ദ്രമന്ത്രിസഭ അതിന് അംഗീകാരം കൊടുക്കുകയും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും ഇപ്പോൾ തന്നെ ഭാരതത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. അതിൽ വളരെ കർശനമായ ഉപാധികളോടുകൂടി മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിലവിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കുകയും അവർ വളരെ കൃത്യമായിട്ട് അതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു കൺസേൺ ആണ്. അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും അവരുടെ പ്രസ്താവനകളിലൂടെ അത് അറിയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ വിദേശ സഹായം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ഇവിടുത്തെ ഒരു ട്രസ്റ്റിന് കൊടുക്കുന്ന സഹായവും വിദേശ സഹായമാണ്. വിദേശ മലയാളികളുടെ ട്രസ്റ്റുകളാവാം, വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന, ഇതെല്ലാം FCRA വഴി മാത്രമേ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അതുപോലെ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് കരുതേണ്ടതിന് പകരം അതിനെയെല്ലാം ഒരു ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദേശ സഹായം സ്വീകരിക്കുന്നത്? ഏറ്റവും കൂടുതലും വിദേശികളും നമ്മൾക്ക് ട്രസ്റ്റുകൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യ ഭവനങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അംഗവൈകല്യം എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക സവിശേഷതകളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഭവനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടു പോകുവാനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ സഹായം ലഭിക്കുന്നത്. അത് വിദേശ സഹായം എന്ന് പറയുന്നത് വിദേശികൾ അവരുടെ ഒരു ദശാംശം, അവരുടെ സമ്പത്തിൻ്റെ ഒരംശം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നൽകുമ്പോൾ അത് പാവപ്പെട്ട രാജ്യങ്ങളിലെ ട്രസ്റ്റുകൾ വഴി ആ വ്യക്തികൾക്ക് കൊടുക്കുന്നു. ഇതാണ് ഈ വിദേശ ഫണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആരാധനാലയങ്ങൾ പണിയാനായിട്ട് അവർ സഹായം തന്നിട്ടുണ്ട്. ഇതെല്ലാം അവരും വെറുതെ തരുന്നതല്ല, അവർ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി മാത്രമേ അവരും ഫണ്ട് തരത്തുള്ളൂ. അത് കൃത്യമായിട്ട് ഇവിടെ വിനിയോഗിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തും. അപ്പോൾ നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പം ഞങ്ങളെ ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ FCRA ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, ആ വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനും ഒക്കെ ആയിട്ട് അവർ ഒരു നിയമം കൊണ്ടുവരികയാണ്. നമുക്ക് അതൊക്കെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കോളേജുകൾ, പഴയ കോളേജുകളെല്ലാം തന്നെ വിദേശ ഫണ്ടിങ് മൂലം ഇവിടെ നിലവിൽ വന്നിട്ടുള്ളതാണ്. അതുവഴി എത്രയോ പേര് പഠിച്ചിറങ്ങിപ്പോയി, നാനാജാതി മതസ്ഥർ. അപ്പോൾ അതൊക്കെ അത് നടത്തുന്ന ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് ആ കോളേജുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം പിടിച്ചെടുക്കുക, ആ സമ്പത്ത് അത് കൈമാറ്റം ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു അധികാരം ഇതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുക്കാം, അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്താതെ അത് മറ്റൊരു സംവിധാനത്തിലേക്ക് അത് കൈമാറാം. പിന്നീട് വീണ്ടും ഈ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് നൽകാം.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് കുറേയൊക്കെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് കുറേ നന്മ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഒത്തിരിയേറെ ജനോപകാരപ്രദമായ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തുന്ന ട്രസ്റ്റുകളുണ്ട്. അവരൊക്കെ ആ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ആ സ്ഥാനം ഏറ്റെടുക്കുമോ അതൊട്ടില്ലതാണ്. അപ്പോൾ ആ രീതിയിൽ കുറേ നന്മ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ബില്ല് കൊണ്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്ന്. ദൗർഭാഗ്യവശാൽ നമ്മുടെ MP-മാരെല്ലാം നാട്ടിലാണ്. പാർലമെൻറ്റിൽ അവർക്ക് ശബ്ദമുയർത്താൻ പോലും സാധിക്കുന്നില്ല. അവരെല്ലാം തന്നെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവരെല്ലാവരും തന്നെ ആ സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് പലർക്കും ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് ഇത് അവതരിപ്പിച്ച് ചർച്ചകളില്ലാതെ പാസ്സാക്കി എടുക്കാനാണോ എന്നൊക്കെ ഞങ്ങൾ ഗൗരവമായിട്ട് സംശയിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് നിയന്ത്രിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിദേശ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാർ പരിശോധിച്ചോട്ടെ. അതിന് ഇപ്പോൾ തന്നെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസയുടെ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവരുടെയും ഈ FCRA അക്കൗണ്ട് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതായാലും വീണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ചില നിയമങ്ങൾ മൂലമാണ് അവരുടെ പല ഭവനങ്ങളും അവർ നിർത്തലാക്കി. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഈ രാജ്യത്തെ പൗരന്മാർക്കല്ലേ, അല്ലാതെ അവർക്കെന്താണ്? ഇപ്പോൾ ഞങ്ങൾ ഒരു ബോയ്സ് ഹോമോ ഒരു ഗേൾസ് ഹോമോ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഭവനം പൂട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ തെരുവുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കരങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നഷ്ടം ഈ സർക്കാരിന് തന്നെ. കാരണം അവരുടെ പൗരന്മാരെയല്ലേ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും പഠിപ്പിക്കാനായിട്ടും എല്ലാം ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ FCRA ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പക്ഷേ ലക്ഷക്കണക്കിന് NGO-കൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അത് നാനാജാതി മതസ്ഥരുടേതാണ്. ഭൂരിപക്ഷക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ചിലപ്പോൾ അവരിൽ പലർക്കും തന്നെ FCRA കാണും. പക്ഷേ ഈ ബില്ല് കൊണ്ടുവരുന്നതിന് ആമുഖമായിട്ട് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മതപരിവർത്തനം നിയന്ത്രിക്കാനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വീണ്ടും ടാർഗറ്റഡ് ആകാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പം തന്നെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ തന്നെ എത്രയോ പേരാണ് ജയിലിൽ കിടക്കുന്നത്. എത്രയോ ദൗർഭാഗ്യകരമായ രീതിയിലാണ് ആ നിയമം ദുരുപയോഗിക്കപ്പെടുന്നത്. എന്തു വന്നാലും മതപരിവർത്തനം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ യൂണിഫോം ഇടാത്തതിന് വഴക്ക് പറഞ്ഞാൽ പോലും മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കേസ് വരികയാണ്. സ്കൂളിലെ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി വരികയാണ്. അപ്പോൾ ഏത് രീതിയിലും ഇപ്പോൾ തന്നെ മതപരിവർത്തന നിയമം ദുരുപയോഗിക്കപ്പെടുമ്പോൾ ഇതും കൂടെ കൊണ്ടുവരികയാണ്. മതപരിവർത്തനത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു. എൻ്റെ ഒരു വലിയ വിശ്വാസം, ഒരു പട്ടാള ഭരണത്തിലോ അല്ലെങ്കിൽ വലിയ വളരെ ക്രൂരമായ ഒരു സ്വേച്ഛാധിപത്യത്തിലോ ഒക്കെ നിർബന്ധിത മതപരിവർത്തനം നടക്കുമായിരിക്കും. ഒരു ജനാധിപത്യത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുമെന്നുള്ളത് അതൊരു വലിയ മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഒരു മനുഷ്യനും അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാലോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്താലോ അവൻ്റെ ദൈവത്തെ വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായ ബോധ്യങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ മതപരിവർത്തനം നടക്കാൻ സാധ്യതയുള്ളൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിദേശ ഫണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളിൽ പോലും വിദേശ ഫണ്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ജപ്പാൻ കേരളത്തിലല്ലല്ലോ. അപ്പോൾ അവരുടെ ആ സർക്കാരിൻ്റെ ഫണ്ടിങ്ങാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ ജനത്തിന് കിട്ടുന്ന പല സഹായങ്ങളും, ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് ലഭിക്കുന്ന പല സഹായങ്ങളും വിദേശ ഫണ്ടോട് കൂടിയാണ് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാർ അവരുടെ ഒരു കാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിലാണ്
നമ്മുടെ ചില ട്രസ്റ്റുകളെ, വിശ്വസനീയമായ ട്രസ്റ്റുകളെ ഈ പണം ഏൽപ്പിച്ചിട്ട് ഇത് നൽകുകയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി, പ്രളയമുണ്ടായി, ആ കാലഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും ഫണ്ട് NGOകൾ വഴി ഇവിടെ എത്തി. അതുകൊണ്ടൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മുടെ ജനത്തിന് അതിൽ നിന്നൊക്കെ തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നാമത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗൗരവമായിട്ട് നമ്മുടെ ജനം ഇതിനെ പരിഗണിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് കുറച്ച് ട്രസ്റ്റുകളുടെ പ്രശ്നമായിട്ട് മാത്രമേ അവർ കരുതുന്നുള്ളൂ. പക്ഷേ ഇതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കപ്പെടുമോ എന്നുള്ള വലിയൊരു ഭീതി ഇവിടെയുണ്ട്. ഗൗരവമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യതകൾ നോക്കും. കാരണം കഴിഞ്ഞ ദിവസമാണല്ലോ ഇത് അവതരിപ്പിച്ചത്. 3 ദിവസമേ ആയിട്ടുള്ളൂ. അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും നമുക്ക് ലഭിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ CBCI ലെവലിൽ ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സാധ്യമായ രീതിയിലെല്ലാം ഒരു സംഭാഷണം നടത്തും. കാരണം അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാരുമായിട്ടൊരു സംഭാഷണത്തിൻ്റെ വഴി തുറക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറേ ആളുകൾ ഇത് പറയുന്നു. ഇപ്പോൾ ക്രൈസ്തവ സഭയിൽ മാത്രമല്ല, മറ്റ് സമുദായങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും ബാധിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന ഒരു നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് ഇത് എത്രമാത്രം നമ്മുടെ ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മളിനി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഏത് നിയമം വന്നാലും, ഇപ്പോൾ ഉദാഹരണത്തിന് മതപരിവർത്തന നിയമം വന്നാൽ കേസ് ആർക്കെതിരെയാണ്? 1 or 2 മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ കേസുള്ളൂ. ഭൂരിപക്ഷ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കേസില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ കൂടുതൽ പഠനങ്ങളുടെ ആവശ്യമുണ്ട്. പ്രത്യക്ഷമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 കണക്കിന് ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ രൂപതകളുണ്ട്, കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അവരൊക്കെ ഒത്തിരി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. പൊടുന്നനമേ അവർക്ക് ലൈസൻസ് പിൻവലിക്കാം, ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഇവർ പഴയകാലത്ത് ഉൾപ്പെടെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ പണിതുയർത്തിയ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. ഇതാണ് പ്രത്യക്ഷമായിട്ടുള്ള അതിൻ്റെ പ്രശ്നം. അതോടുകൂടി ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിന്നു പോകുന്നു. ആ സ്ഥാപനങ്ങൾ, അതിൻ്റെ ആസ്തികളും ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാമെന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുവായ നിയമമാണെങ്കിൽ പോലും അതിൽ ഈ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള മെൻഷനൊക്കെ വന്നതോടുകൂടിയാണ് സംശയം ഉണ്ടാകുന്നത്. ക്രിസ്ത്യൻ സഭയ്ക്ക് ഉൾപ്പെടെ എതിരായിട്ടുള്ള നിയമമാണ്, അല്ലെങ്കിൽ അത്തരം മെൻഷൻ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഞങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെയോ ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെയോ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കാൻ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾക്കത് ആഗ്രഹമില്ല. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് ചില പ്രത്യേക മതവിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരുപാട് വിഷയങ്ങൾ സഭയിൽ, കാർഷിക മേഖലയിലെ പ്രശ്നം, അധ്യാപന നിയമനം, ഇങ്ങനെയൊക്കെയുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വിശ്വാസികളുടെ ഒരു പ്രതിഫലനം വോട്ടിൽ ഉണ്ടാകും. നമ്മൾ സഭയുടെ ഒരു ദൗത്യം എപ്പോഴും മനസ്സാക്ഷി രൂപീകരണത്തിലാണ്. അതായത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസ പരിശീലനവും മനസ്സാക്ഷി രൂപീകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ കേരളം പോലെ വളരെ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറേ പാസ്സായി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുമായിട്ട് നമ്മുടെ കേരളത്തിലെ MP-മാരുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവരാരും ഇപ്പോൾ പാർലമെൻറ്റിലില്ല.
പക്ഷേ അവരുടെ മറ്റ് ഉത്തരേന്ത്യൻ അവരുടെ സുഹൃത്തുക്കളും അതുപോലെ പാർട്ടി കൊളാബറേറ്റേഴ്സും വഴി ഇത് തീർച്ചയായിട്ടും ലോക്സഭയിൽ ഉന്നയിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നിയമം അവതരിപ്പിച്ചതേ ഉള്ളൂ, അതിൻ്റെ ചർച്ചയും വോട്ടെടുപ്പും ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധമായ ഇതിൻ്റെ ക്ലോസുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഭരണമാറ്റം നല്ലതാണ് കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിന്. ഇതിന്റെ മുന്നേ നല്ല ഏത് മുന്നേലും മാറി മാറി വരുന്ന നല്ലതാണെന്ന് അഭിപ്രായം പല ഭാഗത്തും പല വൈദിക ഭാഗത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഭരണമാറ്റത്തേക്കൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വിവാദങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാനായിട്ട് ഒരെണ്ണം കൂടെ തരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധതയുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അവരൊക്കെ പത്രം വായിക്കുന്നവരാണ്, മീഡിയയെ ഒബ്സർവ് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അവരൊരു നല്ല തീരുമാനമൊക്കെ എടുക്കട്ടെ. നമുക്ക് നിലവിൽ ഒരു ഉയർന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലീലാരോപണമാണ്. അതായത് BJP കോൺഗ്രസ് തമ്മിൽ അത്തരം ആരോപണങ്ങൾ അത്രയും രാഷ്ട്രീയമായ കാര്യങ്ങൾ അഭിപ്രായം പറയാനും മാത്രമുള്ള ഒരു പ്രാപ്തി എനിക്കില്ല കേട്ടോ. ഞാനത് പറഞ്ഞാൽ ആസ്ഥാനത്താവും. കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞങ്ങളുടെയൊക്കെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളിൽ ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ തടസ്സപ്പെട്ട് കിടന്ന നിയമനങ്ങൾ പാസ്സാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഞങ്ങൾ തുടക്കം മുതലേ അതാണല്ലോ പറയുന്നത്. സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് സമാനമായ എല്ലാ കേസുകളിലും അത് ബാധകമാണ്. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെയും നിലപാട്, ഇന്നത്തെയും നിലപാട്. ഇതെല്ലാം അതിനനുസരിച്ചാണ് ഏറ്റവും അവസാനം ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കിയത്. അതോടുകൂടി കുറേ പ്രശ്നങ്ങൾ മാറിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ കണ്ടത് മാത്രമേ ഉള്ളൂ. അത് ഒരു പക്ഷേ അടുത്ത ഗവൺമെൻറ് ആയിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഗവൺമെൻറ് പറയുന്നത് അവർ നടപ്പിലാക്കുന്നതാണ്. ഇപ്പം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ലേ അതിനെക്കുറിച്ചൊരു ഗൗരവമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പോ മറ്റുമാണ് അത് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഗൗരവമായ ഒരു നടപടി ഇതുവരെയും ഉണ്ടായെന്ന് എനിക്ക് സംശയം. സഭകൾക്ക് ഗുണപരമായ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭകൾക്ക് നമ്മൾ കൂടുതലും പൊതുവായ കാര്യങ്ങളിലാണ് അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്നുള്ളതിനേക്കാളും ഒരു സമത്വത്തിൻ്റെ രീതിയിൽ പോകണം. ഇപ്പം ഞങ്ങൾ കൂടുതലും അതിനകത്ത് ഉന്നയിച്ചത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ദളിത് ക്രൈസ്തവരുടെ സംവരണ വിഷയം ഞങ്ങൾ ഉന്നയിച്ചു. അതിലെല്ലാം അനുഭാവപൂർണമായ ശുപാർശകളാണ് JB കോശി കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്, അവർ നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ശുപാർശ മാത്രമാണ്. ഇതിന് ഗവൺമെന്റ് ഓർഡറായിട്ട് വന്നാൽ മാത്രം. അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, റിപ്പോർട്ടിൽ ശുപാർശകളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഓരോന്നും എടുത്ത് പരിഹരിക്കാനായിട്ട് തീരുമാനം ഉണ്ടാവണം. ഇപ്പോൾ ഈ വന്യജീവി പ്രശ്നത്തിൽ അതിന് പരിഹരിക്കാനായിട്ട് പുതിയ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ അധികാരികൾക്ക് അതിന് അനുവാദം കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ജനവാസ മേഖലകളിലേക്ക് വരുന്ന വന്യജീവികളെ വെടിവെക്കാനുള്ള അവകാശം പോലും കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് അധികാരികൾക്കൊക്കെ. പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് വന്യജീവി ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് കാര്യം എന്താണ്? കേരള കോൺഗ്രസ് പറയുന്നത് സഭ പറഞ്ഞ പല കാര്യങ്ങളും സർക്കാർ നിർമ്മാണം ചെയ്തിട്ടുണ്ട്, അതിനോടൊപ്പമാണ് നിൽക്കുന്നത്, സഭയ്ക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമ്മളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം അവർ എന്നും പരിഗണിച്ചിട്ടുണ്ട്. അതേസമയം പരിഗണിക്കാത്ത വിഷയങ്ങളുമുണ്ട്. അത് എനിക്ക് അത്രയും അങ്ങോട്ട് വ്യക്തമായിട്ടില്ല ഇതുവരെ ഏതൊക്കെയാണ് നടപ്പിലാക്കിയതെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചില സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതെല്ലാം ഇതിൻ്റെ ശുപാർശകളായിട്ട് വന്ന് അത് നടപ്പിലാക്കിയെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക.
കാരണം ഇത് പ്രസിദ്ധീകരിച്ചിട്ട് അധികം നാളായില്ലല്ലോ. മന്ത്രിസഭ അംഗീകരിച്ചിട്ടും പ്രസിദ്ധീകരിച്ചിട്ടും ഏതാനും ആഴ്ചകളല്ലേ ആയുള്ളൂ. പിതാവ് നേരത്തെ പറഞ്ഞൊരു കാര്യം, കേരള കോൺഗ്രസ് രണ്ടിടത്ത് നിൽക്കുന്നു, അതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന സാധ്യത. അത് അവർക്ക് കൊടുത്ത ഒരു ഉപദേശമാണ്. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് രണ്ട് മുന്നണികളിലാണല്ലോ രണ്ടുപേരും. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. നമുക്ക് അവസാനിപ്പിച്ചാലോ? താങ്ക് യു. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. FCRA വിഷയം വളരെ ഗൗരവമാണ് കേട്ടോ. നിങ്ങളിത് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഏതാനും ചില NGOകളുടെ പ്രശ്നമായിട്ടോ കരുതരുത്. ഇത് നമ്മുടെ പാവപ്പെട്ട ഒത്തിരി മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ രൂപത മാത്രം 109 കാരുണ്യ ഭവനങ്ങൾ നടത്തുന്നുണ്ട്. അത് കൂടുതലും നമ്മുടെ സിസ്റ്റേഴ്സാണ് നടത്തുന്നത്, വൈദികർ നടത്തുന്നുണ്ട്. ഈ കാരുണ്യ ഭവനങ്ങൾ നിങ്ങളൊന്ന് പോകുന്നത് നല്ലതാണ്. അവിടെയൊന്നും ആരും പോകാറില്ല. നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ സഹോദരങ്ങളും നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ. അവിടെ നാനാ ജാതി മതസ്ഥരാണ്. ജാതി മതമൊന്നുമില്ല അതിന്. അവിടെയൊക്കെ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. അതിൽ വിദേശ സംഭാവനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗികമായി വിദേശ സംഭാവന കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം പോലും അവർക്ക് ഈ അതോറിറ്റിക്ക് ഏറ്റെടുക്കാമെന്നുള്ളതാണ്. അതൊക്കെ എന്ത് തരത്തിലുള്ള കിരാതമായ ഒരു നിയമമാണ്. ലൈസൻസ് കൊടുക്കുന്നത്, ലൈസൻസിന് നമ്മൾ അപേക്ഷ വെക്കേണ്ടത് ഗവൺമെൻറ്റിന്, ലൈസൻസ് തരുന്നത് ഗവൺമെൻറ്, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്, ലൈസൻസ് പിൻവലിക്കുന്നത് ഗവൺമെൻറ്, എന്നിട്ട് പിൻവലിച്ചെന്നും പറഞ്ഞുകൊണ്ട് വസ്തുക്കൾ ഏറ്റെടുക്കുന്നതും ഗവൺമെൻറ്. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ഈ ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും ഒക്കെ കേരളത്തിലുണ്ട്. അങ്ങനെ നേരിട്ട് കാണാൻ വല്ല ശ്രമങ്ങളുണ്ടോ? ഇല്ല, നിലവിൽ അങ്ങനെയൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള ഒരു സംഭാഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്ക് യു കേട്ടോ, നിങ്ങളെല്ലാം വന്നതിന് താങ്ക്സ്.